വിപ്ലവം ധർമ്മവിപ്ലവം ഹരിത സമരാഗ്നി ഉയരുന്നിതാ അമരത്വരാവേശ ജ്വാലയായെത്തി മുനവറലി തങ്ങൾ ധീരമായി കേരള മണ്ണിതിൽ ഹർഷാരവം തീർത്ത് പദയാത്ര പടയോട്ടമുശിരായി വിപ്ലവം ധർമ്മവിപ്ലവം ഹരിത സമരാഗ്നി ഉയരുന്നിതാ ജാഥയുടെ വിജയം ഞങ്ങൾ ഓരോരുത്തരോടും ഈ യുവജനയാത്രയിൽ പങ്കെടുക്കുന്ന ഓരോ സ്ഥിരാംഗത്തോടും ഈ ജാഥയുടെ വിജയം നിങ്ങൾ ആർക്കാണ് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഒറ്റവാക്കിൽ ഞങ്ങൾ ഉത്തരം പറയും. ഈ ജാഥയുടെ നായകൻ യൂത്ത് ലീഗിന്റെ സംസ്ഥാന പ്രസിഡന്റ് സയ്യിദ് മുനവ്വർ ശിഹാബ് തങ്ങൾക്കാണ് ഈ ജാഥയുടെ വിജയം ഞങ്ങൾ സമർപ്പിക്കുന്നത്. നമ്മുടെ ജാഥ മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിച്ചിട്ടില്ല. നമ്മുടെ പോരാട്ടങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി നമ്മുടെ സഹപ്രവർത്തകരെ ഓർക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം കൂടി മാത്രമാണ് നിങ്ങളെ ഓർമ്മപ്പെടുത്താനുള്ളത്. നമ്മുടെ പ്രവർത്തകരുടെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഒരു നിയമ പോരാട്ടം ആരംഭിച്ചിട്ടുണ്ട്. ഒന്ന്, പ്രളയവുമായി ബന്ധപ്പെട്ട് കേരള ഹൈക്കോടതിയിലെ നമ്മുടെ നിയമ പോരാട്ടം. വനിതാ മതിലുമായി നമ്മൾ ആരംഭിച്ച മറ്റൊരു പോരാട്ടം. മൂന്നാമതായി, ഒരു വിശ്വാസി അവസാനമായി അവൻ്റെ ആഗ്രഹപ്രകാരം അവൻ്റെ ഖബറടക്ക ചടങ്ങുകളെങ്കിലും നടക്കണം. പിണറായി വിജയന്റെ ഭരണകാലത്ത് ഒരു വിശ്വാസിയുടെ അവസാനത്തെ ആഗ്രഹം പോലും നടക്കുന്നില്ല എന്ന ഒരു പ്രയാസം വന്നപ്പോൾ നജ്മൽ ബാബു എന്ന് പറയുന്ന ഒരു വിശ്വാസി തൻ്റെ അവസാനത്തെ ആഗ്രഹങ്ങൾ നടപ്പിലാകാതെ ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ ഇനി ഒരു വിശ്വാസിക്ക് അത്തരം ഒരു സാഹചര്യം നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകരുത് എന്ന ആഗ്രഹത്തിന്റെ പേരിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ മുസ്ലിം യൂത്ത് ലീഗ് ആരംഭിച്ച നിയമ പോരാട്ടം, ആ നിയമ പോരാട്ടം നമുക്ക് വിജയിപ്പിക്കേണ്ടതുണ്ട്. കോടതിക്ക് പുറത്ത് നമ്മൾ ആരംഭിച്ച രാഷ്ട്രീയ പോരാട്ടം അഴിമതിക്കാരെയും സ്വജനപക്ഷപാതികളെയും മുട്ടുമടക്കിയിട്ടല്ലാതെ അത്തരം രാഷ്ട്രീയ പോരാട്ടങ്ങൾ നമുക്ക് അവസാനിപ്പിക്കാൻ കഴിയില്ല എന്ന നമ്മുടെ പോരാട്ടം. വിപ്ലവം ധർമ്മവിപ്ലവം ഹരിത സമരാഗ്നി ഉയരുന്നിതാ അമരത്വരാവേശ ജ്വാലയായെത്തി മുനവറലി തങ്ങൾ ധീരമായി കേരള മണ്ണിതിൽ ഹർഷാരവം തീർത്ത് പദയാത്ര പടയോട്ടമുശിരായി വിപ്ലവം ധർമ്മവിപ്ലവം ഹരിത സമരാഗ്നി ഉയരുന്നിതാ വർഗീയ ഫാസിസ്റ്റിനെതിരായ ശബ്ദം വാളില്ല തോക്കില്ല നന്മയുടെ യുദ്ധം ആദർശവചനങ്ങൾ നെഞ്ചോടു ചേർത്തു ആശ്വാസകിരണമായി നമ്മൾ ജ്വലിച്ചു. The inclusive prosperity of all the society, കർഷകന്റെയും പാവപ്പെട്ടവന്റെയും ഒക്കെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം. സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ബഹുമാനായ രമേശ് ചെന്നിത്തല അവരുടെ മണ്ഡലത്തിലൂടെ ഞങ്ങൾ വരുമ്പോൾ ഹരിപ്പാടിൽ തൃക്കുന്നപ്പുഴയിൽ ഒരു സ്ത്രീ ഞങ്ങളെ സമീപിച്ചിരുന്നു. പ്രളയത്തിൽ വീട് നഷ്ടപ്പെട്ട ഒരു പ്രായം ചെന്ന ഒരു സ്ത്രീ, അവരുടെ പേരെനിക്ക് മറന്നുപോയി. ഈ ഒരു വാർത്ത റിയാൽ KMCC-യുടെ പ്രവർത്തകർ കണ്ടപ്പോൾ ഈ ഒരു യാത്രയുടെ ഉപഹാരമായി താങ്കളുടെ മണ്ഡലത്തേക്ക് വീട് നൽകാൻ ഈ യുവജനയാത്ര തയ്യാറായ വിവരം സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. അത്
ഒരു കാഴ്ച മാത്രം, അങ്ങനെ എത്രയോ കാഴ്ചകൾ ഈ പ്രളയബാധിത കേരളത്തിൽ പ്രളയത്തിന് വേണ്ടി, ഈ പ്രളയാനന്തര കേരളത്തിൽ അവരുടെ നഷ്ടപരിഹാരത്തിന് വേണ്ടി കളക്ട് ചെയ്തിട്ടുള്ള 3000 കോടി രൂപ, അതിൻ്റെ ചെറിയ ശതമാനം മാത്രമാണ് ഗവൺമെൻറ് ഉപയോഗിച്ചിട്ടുള്ളത്. ഞങ്ങൾ പോയ ഇടങ്ങളിലെല്ലാം തന്നെ ഈ പ്രളയത്തിൽ നഷ്ടപ്പെട്ട വീടുകൾ, ഇപ്പോഴും അഭയാർത്ഥികളെപ്പോലെ ജീവിക്കുന്ന കുടുംബങ്ങളിലും സുഹൃത്തുക്കളുടെ വീട്ടിലും കഴിയുന്ന ആയിരക്കണക്കിന് ആളുകൾ ഇപ്പോഴുമുണ്ട്. അവർക്കൊരു വീട് വെക്കാനോ അവരുടെ വീട് നിർമ്മിച്ച് നൽകാനോ പുനർനിർമ്മിക്കാനോ ഗവൺമെൻറ് യാതൊരുവിധ പരിഗണനയും നൽകാതെ ഇപ്പോൾ നവോത്ഥാനത്തിൻ്റെ മതിലുകൾ പണിയാനുള്ള തിരക്കിലാണ് കേരള സർക്കാർ. ഇവിടെ വേണ്ടത് നവോത്ഥാനത്തിൻ്റെ മതിലല്ല, പക്ഷെ ആ പാവപ്പെട്ടവരുടെ പൊളിഞ്ഞ വീടിൻ്റെ ഭിത്തിയാണ് ഗവൺമെൻറ് കെട്ടിക്കൊടുക്കേണ്ടത് എന്നുള്ള ഈ യുവജനയാത്ര ആവശ്യപ്പെടുകയാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഈ സമുദായത്തിൻ്റെ അഭിമാനമാണ്. നാടിൻ്റെ ഭാവി വാഗ്ദാനങ്ങളും പ്രതീക്ഷയുമാണ്. സ്വന്തം കാര്യങ്ങൾ മാറ്റിവെച്ച് ജോലിയും ജീവിതമാർഗങ്ങളും ഊണും ഉറക്കവും മാറ്റിവെച്ച് ഈ മലയാളക്കര മുഴുവൻ നിങ്ങൾ നടന്നത് നാടിൻ്റെ ആവശ്യത്തിനാണ്. ജനാധിപത്യവും മതേതരത്വവും കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കാനാണ്. വിശ്വാസത്തിൻ്റെ പേരിൽ ഇനിയൊരാളും ഈ മണ്ണിൽ വധിക്കപ്പെട്ടുകൂടാ എന്ന ഉറച്ച ശബ്ദമായിട്ടാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ ഉയർത്തിപ്പിടിക്കുന്ന ഇന്ത്യൻ ഭരണഘടനയിൽ വിശ്വാസമുള്ള ഒരു മുസ്ലിം പൗരനും രാജ്യദ്രോഹിയോ വർഗീയവാദിയോ ഭീകരവാദിയോ ഒരിക്കലും ആകാൻ കഴിയില്ല എന്നതാണ് സത്യം. അതാണ് മുസ്ലിം ലീഗിൻ്റെ ഈ സന്ദേശം. From the student movement, youth movement, serving the Karnataka Assembly from the past 35 years. But today I have seen in this Muslim League, whatever the party you are representing, I see that you are the most disciplined cadre of a political movement of this country. ഈ രാജ്യത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനങ്ങളുണ്ട്. എനിക്കും വിദ്യാർത്ഥി യുവജന പ്രസ്ഥാനത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചതിൻ്റെ പരിചയവുമുണ്ട്. കഴിഞ്ഞ 10-35 കൊല്ലക്കാലം പൊതുരംഗത്തുള്ള എനിക്കും വിദ്യാർത്ഥി യുവജന ശക്തിയിൽ പ്രവർത്തിച്ചതിൻ്റെ ഓർമ്മകളുണ്ട്. പക്ഷേ ഇന്നിവിടെ വെച്ച് ഞാൻ അശേഷം സന്ദേഹം കൂടാതെ പ്രഖ്യാപിച്ചു കൊള്ളട്ടെ, ഞാൻ കണ്ട ഏറ്റവും അച്ചടക്കമുള്ള യുവജന ശക്തിയുടെ സമ്മേളനത്തിലാണ് ഞാൻ ഇന്നേ ദിവസം രാത്രി നിങ്ങളോടൊപ്പം പങ്കുകൊണ്ടിട്ടുള്ളത്. Kerala is a door to all religions. We call it as a God-owns country. With the highest Kerala with a literacy, and it is a education hub of the entire country. Though Kerala may be a small state, which is a rich state in culture and tradition. കേരളം ഈ രാജ്യത്തിൻ്റെ മതസൗഹൃദത്തിലേക്കുള്ള കവാടമാണ്. പൂർണ്ണമായ സാക്ഷരത നേടിയെടുത്ത സംസ്ഥാനം, വിദ്യാഭ്യാസ നവോത്ഥാനത്തിൻ്റെയും ഉന്നമനത്തിൻ്റെയും സിരാകേന്ദ്രം. സംസ്ഥാനം വലിപ്പം കൊണ്ട് ചെറുതായിരിക്കാം, പക്ഷേ സാംസ്കാരികമായ മഹിമ കൊണ്ട് വളരെയേറെ ബൃഹത്തായ ഒരു സംസ്ഥാനമാണ് കേരളം എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. The Yuvajana Yatra, which is the youth march taken out by the Muslim Youth League, covering 600 kilometers, is not a small job. I have also walked in Karnataka of 300 kilometers, but this 600 kilometers has made an history from Kasaragod to Tiruvananthapuram, a capital, on this historic day. മുസ്ലിം യൂത്ത് ലീഗിന്റെ യുവജന യാത്രയുടെ സമാപന സമ്മേളനമാണിത്. 1,600 കിലോമീറ്റർ കാൽനടയായി താണ്ടിക്കടന്നുകൊണ്ടാണ് ഈ യുവജന മുന്നേറ്റം ഇവിടെ വന്ന് സമാപിക്കുന്നത്. 1,600 കിലോമീറ്റർ കാൽനടയായി നടന്നു നീങ്ങുന്നത് ക്ഷിപ്രസാധ്യമോ അത്ര സരളമോ ആയ ഒരു കാര്യമല്ല. പക്ഷേ യൂത്ത് ലീഗ് അത് വളരെ ഭംഗിയായി പൂർത്തീകരിച്ചിരിക്കുന്നു. 100-300 കിലോമീറ്റർ ഒക്കെ നടന്ന ഓർമ്മകളും പരിചയവും എനിക്കുമുണ്ട്. പക്ഷേ ഈ 1,600 കിലോമീറ്റർ യാതൊരു പ്രയാസവും കൂടാതെ ക്ലേശം കൂടാതെ താണ്ടിക്കടന്നു വന്ന യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ പുതിയ ഒരു ചരിത്രം, പുതിയ ഒരു ഇതിഹാസം ഇവിടെ പണിതുയർത്തിയിരിക്കുകയാണ്. The next guest
Yes, of course, this is the time for Dr. Shashi Tharoor. His jaw-dropping writing skills and diplomatic thoughts made him stand out. He has taken a hectic effort to uncover the face of the paradoxical Prime Minister, a man of facts and figures, an intelligent member of Parliament since 2009 representing this capital city, was the chairman of the Standing Committee on External Affairs. Dr. Shashi Tharoor is the pride of Indians and to the Keralites, the global person who is even eligible for the post of Secretary General of the United Nations. Brothers and sisters, let us do a warm welcome Mr. Tharoor ji to this grand youth assembly. Mr. Tharoor ji will read the message of Rahul Gandhi to the youth grand conference. ഇന്ന് ശ്രീ മുനാവർ അലി ശിഹാബ് തങ്ങൾ ആവശ്യപ്പെട്ട പോലെ ആദ്യം ഞാൻ ശ്രീ രാഹുൽ ഗാന്ധിയുടെ സന്ദേശം വായിച്ച് കേൾപ്പിച്ചു തരും. അത് ഇംഗ്ലീഷിലാണ്, പക്ഷെ ദീർഘമല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എൻ്റെ ചില വാക്കുകൾ നിങ്ങളൊപ്പം പങ്കെടുക്കും. മെസ്സേജ് ഫ്രം ശ്രീ രാഹുൽ ഗാന്ധി, President, All India Congress Committee, Indian National Congress. I extend my heartiest congratulations to the Muslim Youth League for successfully completing the Yuvajana Yatra today. I salute all the youth who have come together to spread the message of communal harmony. In an environment vitiated by hatred, it is heartening to see that young people are rejecting the politics of hate. Over the last 4 years, we have witnessed a hate-filled attack on the idea of India. We have seen how our brothers and sisters from minority communities have been attacked. We have seen how women have been treated. We have seen how Dalits and tribals are being beaten. We have seen how India's institutions have been destroyed. For the first time in independent India's history, the Prime Minister is himself leading this attack on the very foundation of our nation. The onus is on every single Indian to fight these fascist forces and ideas. I am confident that this politics of hate will meet a decisive end next year. I would like to honor the IUML leadership for their firm commitment to secular and democratic values and their role in guiding the youth towards a path of peaceful coexistence, founded on the values enshrined in our Constitution, for which those who fought for our freedom gave their lives. The youth of this nation are the custodians of our future. It gives me immense hope to see each of you working towards building a society that includes rather than excludes, that loves rather than hates, that unites rather than divides. I urge you to resist fascist forces in whichever form they manifest themselves and stay steadfast in your commitment towards a peaceful society. Signed, Rahul Gandhi. I got the training from our great leader Rajiv Gandhi, our great leader Madam Sonia Gandhi, our leader Rahul Gandhi. We will fight. We will fight against the communal forces and the fascist forces. Today I am very happy. The Indian Union Muslim League, the youth have converged here to show your solidarity in support of. സംഭാവനയായി ഈ 5 കൊല്ലത്തിനുള്ളിൽ രാജ്യത്തിന് എന്ത് കിട്ടി? ശശി തരൂർ പറഞ്ഞു ബാലൻസ് ഷീറ്റ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സീറോ, ഒരു വലിയ സീറോ. ആ വലിയ സീറോ അവിടെ ഇരിക്കുമ്പോഴാണ് ഇവിടെ കേരള ഗവൺമെന്റ് ഒരു തമാശ ഗവൺമെന്റ്. ശബരിമല മണ്ഡല സീസകാലം യാതൊരു കുഴപ്പമില്ലാതെ കടന്നു പോകേണ്ട ഒരു ടൈമാണ്. ഞങ്ങളൊക്കെ മന്ത്രിമാരായിരുന്നു, ഞങ്ങളൊക്കെ ഗവൺമെന്റിലുണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ രണ്ടും പോണം, രണ്ടും പോവാൻ, രണ്ടിനെയും ഇറക്കി വിടാൻ ഏറ്റവും നല്ല മരുന്നാണ് ഇന്ന് ഈ സെൻട്രൽ സ്റ്റേഡിയം കാണുന്ന ഈ യുവജന ശക്തി. ആ കാര്യത്തിൽ യാതൊരു സംശയമില്ല. നിങ്ങളുടെ ആ ദൗത്യം വിജയിച്ചിരിക്കുന്നു, 100% വിജയിച്ചിരിക്കുന്നു, 100%. അച്ചടക്കത്തോടു കൂടി നടത്തി, ഡിസിപ്ലിൻഡായിട്ട് നടത്തി, കൊടുക്കേണ്ടവർക്കൊക്കെ കൊടുത്തു. ശിവകുമാർ പറഞ്ഞതുപോലെ
ഇറങ്ങേണ്ടിയോലൊക്കെ ഇറങ്ങിക്കോളും, യാതൊരു സംശയവും വേണ്ട. വൈകാതെ ഇറങ്ങിക്കോളും. കാരണം എന്താ, അതൊക്കെ നടന്നോളും, പേടിക്കണ്ട, യാതൊരു പേടിയും വേണ്ട. ഓരോന്നോരോന്ന് ഇറങ്ങും, അല്ലെങ്കിൽ ഒന്നായിട്ട് ഇറങ്ങും, യാതൊരു സംശയവും വേണ്ട. കാരണം അത്ര നല്ല ഭരണമാണല്ലോ നടക്കുന്നത്. യുവജനങ്ങൾക്ക് പണി കിട്ടുന്നുണ്ടോ? ഒന്നുമില്ല. ഇങ്ങനൊരു ഭരണത്തിന് മുന്നോട്ട് പോകാൻ പറ്റൂല. ആകെ ഇപ്പം അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് BJPയെ ശക്തിപ്പെടുത്തുക. ശബരിമല ഇഷ്യൂ BJPക്കാണ് കൊടുത്തിരിക്കുകയാണ്. BJP അതും കൊണ്ട് കളിച്ചാൽ അങ്ങനെ BJP ശക്തിപ്പെട്ട പ്രതിപക്ഷത്ത് BJP ആയിക്കോളും. നമ്മളിപ്പോഴും അപ്പന നമുക്ക് രണ്ടും കൂടിയാണ് കോരി വെക്ക. ഇതാ വിചാരിച്ചിരിക്കുന്നത്. കണക്ക് ചിലപ്പോ പേക്കും, യാതൊരു സംശയവും വേണ്ട. കണക്ക് കൂട്ടൽ തെറ്റും, അല്ലെങ്കിൽ തെറ്റിക്കാനുള്ള ശക്തി ഇവിടെ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിനുണ്ട്. അതിന്റെ കൂടെയുള്ള ഹിന്ദുവായിട്ടാണ് അദ്ദേഹം ജനങ്ങളെ കാണുന്ന, ക്രിസ്ത്യാനിയായിട്ടാണ്. ഒരു മുഖ്യമന്ത്രിയും ജാതി തിരിച്ച് മതം തിരിച്ച് ഒരാളുകളുമായി സംസാരിക്കാൻ വേണ്ടിയ സമയം കണ്ടെത്തിയിട്ടില്ല. എല്ലാവരെയും ഒരുപോലെ കാണാൻ ബാധ്യസ്ഥനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഹിന്ദു സംഘടനകളെ മാത്രം വിളിച്ച് നവോത്ഥാനം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു. അതിലും എല്ലാവരുമില്ല, കുറെ ആളുകളെ മാത്രം. അതാണ് മുനീർ അവിടെ നിയമസഭയിൽ പറഞ്ഞത്. ഞങ്ങളത് പൂർത്തിയാക്കാൻ ഞങ്ങളെ സമ്മതിച്ചില്ല. കാരണം അവർക്ക് വലിയ പ്രഹരമുണ്ടാകും എന്ന് കണ്ടുകൊണ്ടാണ് അവർ സമ്മതിക്കാതിരുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ മതിൽ? ആർക്ക് വേണ്ടിയാണ് ഈ മതിൽ? ലോകത്തെ രണ്ടുപേരാണ് ഇപ്പൊ മതിലുണ്ടാക്കാൻ ശ്രമിക്കുന്നത്. ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ അമേരിക്കയിൽ മതിലുണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ഇവിടെ പിണറായി വിജയൻ മതിലുണ്ടാക്കാൻ ശ്രമിക്കുന്നു. ചരിത്രം പരിശോധിച്ചാൽ മതിലുകൾ പൊളിക്കുന്നതാണ് വിപ്ലവം എന്നുള്ളതാണ് ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നത്. ബെർലിൻ മതിൽ ലോകത്തുണ്ടായിരിക്കുന്ന വിഭാഗീയതയുടെ മതിലായിരുന്നു, അത് തകർത്തു. ചൈനീസ് മതിൽ പുതിയ ആശയങ്ങൾ കടന്നു വരാൻ വേണ്ടി തുറന്നു കൊടുത്തു. ഇവിടെ കേരളത്തിൽ ജാതിയും മതത്തിന്റെയും പേരിൽ ഈ കൊച്ചു കേരളത്തെ വിഭജിക്കാൻ വേണ്ടി ഗവൺമെന്റ് ശ്രമിക്കുന്നു. പറഞ്ഞു ശബരിമലയിലെ പ്രശ്നം. ആളുകളിപ്പോൾ ചോദിക്കുന്നുണ്ട് TV കാണുന്ന സമയത്ത്, എന്നാ ഇത് അവസാനിക്കുക, എപ്പോഴാണ് ഈ പ്രശ്നം തീരുക? ഞാൻ ഒരു കാര്യം നിങ്ങളോട് പറയാം. ഇതെങ്ങാനും അവസാനിക്കുകയാണെങ്കിൽ അന്ന് വീണ്ടും CPM ഇത് കുത്തിപ്പൊക്കിക്കൊണ്ടേയിരിക്കും. അത് CPMന്റെ പൊളിറ്റിക്കൽ അജണ്ടയാണ്. ഇവിടെ പറയുന്നുണ്ടല്ലോ, CPM ഏത് കാലത്തും ഇത്തരം കാര്യങ്ങൾ ഊതി വെറുപ്പിച്ച് ഇവിടുത്തെ BJPക്ക് വളരാനുള്ള വഴികൾ ഒരുക്കി കൊടുക്കുകയാണ്. പാവപ്പെട്ട കുറേ ആളുകളെ വഞ്ചിക്കാൻ വേണ്ടി ഞങ്ങൾ ധീരന്മാരാണെന്ന് പറയുന്ന ഒരു ഭാഗത്ത്. ബീഫിൻ്റെ പ്രശ്നം വന്നപ്പോൾ മഹാരാജാസ് കോളേജിൻ്റെ ക്യാമ്പസിൽ ബീഫ് വെച്ച് വിളമ്പി. എന്താ കാര്യം? അവർക്ക് വിഷമമാണെന്നല്ലാതെ കേരളത്തിൽ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളുള്ളിടത്ത് CPM ഇല്ല. ഇപ്പം എന്താ സംഭവിക്കുന്നത്?
അവർക്ക് വഴിമരുത്തി കൊടുക്കുകയാണ്. BJPക്ക് രാഷ്ട്രീയ അജണ്ട നന്നാക്കാൻ വേണ്ടി വഴിയൊരുക്കി കൊടുക്കുന്ന ജോലിയിലാണ് ഇന്ന് അവർ ക്കെതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, അതിന്റെ യുവജന സംഘടനയായ യൂത്ത് ലീഗും ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ തീർച്ചയായും വരാനിരിക്കുന്ന നാളുകളിലെ ചുമതലകൾ, കടമകൾ നിറവേറ്റുവാൻ സജ്ജരായിരിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ യുവജനയാത്ര എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ദേശീയ തലത്തിൽ വർഗീയ ഫാസിസ്റ്റ് ശക്തികൾ അധികാരത്തിൽ വന്നപ്പോൾ, മോദി സർക്കാർ അധികാരത്തിൽ വന്ന നാൾ മുതൽ സംഘപരിവാർ ശക്തികൾ ഇന്ത്യ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെയും ദളിതരെയും ആക്രമിക്കപ്പെട്ടു എന്ന കാര്യത്തിൽ സംശയമില്ല. അവരുടെ പീഡനങ്ങളും ആക്രമണങ്ങൾക്കും ഇരയായ ഒട്ടനവധി മുസ്ലിം ന്യൂനപക്ഷത്തിൽപ്പെട്ടവരും ദളിത് വിഭാഗത്തിൽപ്പെട്ടവരുമുണ്ട്. അങ്ങനെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ, സംഘപരിവാറിന്റെ ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ സാന്ത്വനവുമായി ഓടിയെത്തുന്നത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ നേതാക്കന്മാരായിരുന്നു എന്ന കാര്യം ഞാൻ ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലൂടെയും കടന്നു വന്ന എല്ലാവരാലും ശ്രദ്ധിക്കപ്പെട്ട യുവജന യാത്രയുടെ സമാപനം തലസ്ഥാനത്തെ ഭരണശിലാ കേന്ദ്രമായിട്ടുള്ള ഈ സെക്രട്ടേറിയറ്റിന്റെ സമീപത്ത് ഇന്ന് നടക്കുകയാണ്. കേരളത്തിൽ ധാരാളം ജാഥകൾ ഉണ്ടായിട്ടുണ്ട്. ലീഗിന്റെ മാത്രമല്ല, എല്ലാ പാർട്ടികളുടെയും. പല ജാഥകളുടെയും ആരംഭം കുറിച്ച് അതെവിടെയാണ് സമാപിച്ചത് എന്ന് പോലും അറിയാത്ത ജാഥകളും ഉണ്ടായിട്ടുണ്ട്. ജാഥകൾ ഇടയ്ക്ക് വെച്ച് തുടങ്ങി നിർത്തിപ്പോയ ജാഥകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ മുസ്ലിം യൂത്ത് ലീഗ് നടത്തിയിട്ടുള്ള യുവജന യാത്ര കേരളത്തിൽ ഇന്ന് വരെ ഒരു പാർട്ടിക്കും ചെയ്യാൻ സാധിക്കാത്ത അത്രയും ചരിത്രം സൃഷ്ടിച്ച, ആവേശോജ്ജലമായി ജനങ്ങൾ സ്വീകരിച്ച, കക്ഷി രാഷ്ട്രീയ ബന്ധങ്ങൾക്കതീതമായി ജനങ്ങൾ ആവേശപൂർവ്വം അംഗീകരിച്ച ഒരു ജാഥയുടെ സമാപനമാണ് ഇവിടെ നടക്കുന്നത്. പല കോണിൽ നിന്നുമൊക്കെ പല പ്രചരണങ്ങൾ ഉണ്ടായപ്പോഴും അതൊന്നുമല്ല, ഇത് ഭംഗിയായി അച്ചടക്കത്തോടുകൂടി നടക്കും, ഇതൊരു മാതൃകയാക്കും എന്ന് ഫിറോസിൻ്റെ ഒക്കെ അന്നത്തെ ഉറപ്പുണ്ടല്ലോ, ആ സംഗതി അതാണെന്ന് ഇവിടെ കണ്ടത്. ഒരു കുഴപ്പവുമില്ലാതെ ഞങ്ങൾക്കൊക്കെ അഭിമാനിക്കാവുന്ന രൂപത്തിൽ 965 ഞാൻ 66 ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ അന്ന് 65 ഉണ്ടാക്കിയ കോളേജ് മുസ്ലിം ലീഗ് ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ് എന്ന് ഇപ്പം നമ്മളെ സുഹൃത്തുക്കളായിരിക്കും വന്ന് ചിലർ പറഞ്ഞപ്പോൾ. കാരണം കറുപ്പ് സൂപ്പണിഞ്ഞ മാപ്പിള സ്ത്രീകളും ഈ വിദ്യാർത്ഥികൾ പഠിച്ച് ഡിഗ്രി ഹോൾഡേഴ്സ് ആകുമ്പം ഈ പാർട്ടി പിരിച്ചുവിടേണ്ടി വരും എന്ന് പറഞ്ഞത് ആലോചിക്കുന്നു. ഇപ്പോൾ 2018 ഈ കുട്ടികളെ ഒന്നായിട്ട് ഇവിടെ ആകെ തിരുവനന്തപുരം ഒന്നായി കീഴടക്കി നിൽക്കുമ്പോൾ, അതുകൊണ്ട് സ്ത്രീ സമത്വത്തിന് വേണ്ടിയാണ് ഈ മതിൽ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അത് ഞങ്ങളിതാ അർഹിക്കുന്ന പുച്ഛത്തോടു കൂടി തള്ളിക്കളഞ്ഞിരിക്കുന്നു എന്ന് സൂചിപ്പിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. എന്നിട്ട് നിങ്ങൾ കൊണ്ടു നടക്കുന്നത് ആരൊക്കെയാണ്? ഈ മതിൽ പണിയാൻ ഇതിലും പറ്റി വേറെ ആള് വേണമോ? സുഗതനാണ് ശബരിമലയുടെ മുകളിൽ NDTVയുടെ റിപ്പോർട്ടറായിട്ടുള്ള സ്നേഹ കോശി കയറിയപ്പോൾ അവളെ കടന്നു പിടിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചത്. അവളുടെ ട്വിറ്ററിൽ സ്നേഹ കോശി വളരെ വ്യക്തമായി അത് സുഗതൻ തന്നെയാണ് എന്ന് എഴുതിയിട്ടുണ്ട്. ആ സുഗതനാണ് കേരളത്തിലെ സ്ത്രീകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള മതിലുണ്ടാക്കുന്ന സമിതിയുടെ, സംഘാടക സമിതിയുടെ ജോയിന്റ് കൺവീനർ. ഹാദിയ എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ പരസ്യമായി ഭോഗിക്കണമെന്ന് പറഞ്ഞിട്ടുള്ള സുഗതൻ, നിങ്ങളാണ് നവോത്ഥാന നായകനെങ്കിൽ ആ നവോത്ഥാന മതില് പൊളിക്കുക തന്നെയാണ് ഞങ്ങൾക്ക് ഇവിടെ നിർവഹിക്കാനുള്ള ആദ്യത്തെ കടമ. അത് പിണറായി വിജയനെ പേടിച്ചിട്ടൊന്നും അതിനെതിരെ ശബ്ദിക്കാതിരിക്കുമെന്ന് ആരും കരുതണ്ട. നിയമസഭയിൽ നിങ്ങളുടെ എല്ലാ MLA-മാരും ഉച്ചത്തിൽ പറഞ്ഞു എന്നെ സംസാരിക്കാൻ സമ്മതിക്കില്ല. നിങ്ങൾ നിയമസഭയിലെ MLA-മാരല്ല, കേരളത്തിലെ മുഴുവൻ സഖാക്കളും ഉച്ചത്തിൽ സമ്മതിക്കില്ല എന്ന് പറഞ്ഞാലും അതിനേക്കാൾ ഉച്ചത്തിൽ നിങ്ങളുടേത് വർഗീയ മതിലാണ് എന്ന് പറയാനുള്ള
ആണത്തമുള്ളവരാണ് ഞങ്ങൾ എന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഹലീമുദ്ദീൻ അൻസാരിയുടെ വീട്ടിൽ തേജസിന്റെ ഒരു ലേഖകൻ നിങ്ങളെ സഹായിച്ചത് കേരളത്തിന് പുറത്ത് എല്ലാവരെയും സഹായിക്കാൻ ഞങ്ങളാണ് ഉള്ളത് എന്ന് പറയുന്ന STPIയുടെ ഒരു ലേഖകൻ അവിടെ പോയി ഒരു കണക്കെടുത്തപ്പോൾ ഹലീമുദ്ദീൻ അൻസാരിയുടെ ഭാര്യ പറഞ്ഞിട്ടുണ്ട്, ഈ ഇരിക്കുന്ന വാഹനം മുസ്ലിം ലീഗ് തന്നതാണ്. കഴിഞ്ഞ പെരുന്നാക്ക് വസ്ത്രവും ഭക്ഷണവും തന്നത് അവരാണ്. ഇങ്ങനെ നമുക്കറിയാവുന്ന കേരളത്തിലെ ഇന്ത്യയിൽ നടക്കുന്ന എല്ലാ അധസ്ഥിത പിന്നോക്ക വിഭാഗങ്ങളുടെയും കൂടെ നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയായി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് മാറിയിരിക്കുകയാണ്. തീർച്ചയായും വരാൻ പോകുന്ന ഭരണകൂടത്തിന്റെ കൂടെയും ഞങ്ങൾ ഉണ്ടാകുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ ജാഥയ്ക്ക് എല്ലാവിധ അഭിവാദ്യങ്ങളും ദേശീയ കമ്മിറ്റിയുടെ പേരിൽ അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നിങ്ങൾക്ക് നല്ലത് വരട്ടെ. തളരാതെ നിൽക്കാൻ കഴിയുന്ന ഒരു യുവനിര മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന കമ്മിറ്റി രൂപീകരിക്കുന്ന വൈറ്റ് ഗാർഡ് ഏതൊരു പ്രതിസന്ധിയിലും ഈ സംഘടനയുടെ സമുദായത്തിന്റെ കൂടെയുണ്ടാകും എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയാണ്. വൈറ്റ് ഗാർഡ് അംഗങ്ങൾ ഒരുപക്ഷെ കേരളീയ സമൂഹത്തിന്റെ വരാനിരിക്കുന്ന നാളുകളിലേക്കുള്ള ഒരു കരുതി വെക്കലാണ്. പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ, നമ്മുടെ നാടുകളിൽ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ ഇടപെടലുകൾ ആവശ്യമുള്ളിടത്ത് മാലാഖമാരെ പോലെ പറന്നു വരാൻ കഴിയുന്ന, സഹകരിക്കാൻ കഴിയുന്ന, ക്ഷമയുടെ ആൾരൂപമാകാൻ കഴിയുന്ന, സേവന സന്നദ്ധത കൈമുതലാക്കിയിട്ടുള്ള ഒരു കൂട്ടമായി വൈറ്റ് ഗാർഡ് മാറേണ്ടതുണ്ട്. ഇന്ന് ഈ നഗരിയിൽ നിന്ന് നമ്മൾ പോകുമ്പോൾ നാം വന്നതിന് ശേഷം ഇവിടെ നാം കഴിച്ച ഭക്ഷണാവശിഷ്ടങ്ങളോ പ്ലാസ്റ്റിക് മാല, ഇത് മുനവറലി ശാബ്ദങ്ങളുടെയും ഫിറോസിന്റെയും താല്പര്യം. യൂത്ത് ലീഗ് ഒരു മാതൃകയുള്ള യുവജന സംഘടനയാണ്. ആ താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് മുസ്ലിം യൂത്ത് ലീഗ് കേരളീയ സമൂഹത്തിന്റെ പ്രതിസന്ധികൾക്ക് പരിഹാരം കാണാൻ, ആക്രമിക്കപ്പെടുന്നവന്റെ കൂടെ നിൽക്കാൻ, ഇരകളുടെ കൂടെ നിൽക്കാൻ, ഫാസിസ്റ്റ്. എന്റെ പ്രിയപ്പെട്ടവരെ, 600 കിലോമീറ്റർ ദൂരം കാൽനടയായി കേരളത്തിന്റെ രാഷ്ട്രീയത്തെ ത്രസിപ്പിച്ചുകൊണ്ട് പ്രിയപ്പെട്ട സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ മഞ്ചേശ്വരത്ത് നിന്ന് ഭരണസിരാ കേന്ദ്രമായ ഈ അനന്തപുരിയിൽ ഈ ജാഥ സമാപിക്കുമ്പോൾ ഞങ്ങൾ പറയുന്നു, വി ഹാവ് എ ഡ്രീം. ഞങ്ങൾക്കൊരു സ്വപ്നമുണ്ട്. എന്താണ് ആ സ്വപ്നം? തലയിൽ തൊപ്പി ധരിച്ചതിന്റെ പേരിൽ ഒരു ജുനൈദും കൊല്ലപ്പെടാത്ത ഇന്ത്യയാണ് ഞങ്ങളുടെ സ്വപ്നം. ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിച്ചതിന്റെ പേരിൽ ഒരു മുഹമ്മദ് അഖ്ലാഖും കൊല്ലപ്പെടാത്ത ഇന്ത്യയാണ് ഞങ്ങളുടെ സ്വപ്നം. ലവ് ജിഹാദ് എന്ന് പറയുന്ന കള്ളപ്രചരണത്തിന്റെ പേരിൽ ഒരു അഫ്രസൂലും എറിഞ്ഞു കൊല്ലപ്പെടാത്ത, കത്തിച്ചു കൊല്ലപ്പെടാത്ത ഇന്ത്യയാണ് ഞങ്ങളുടെ സ്വപ്നം. ആ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി ഞങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുകയാണ്. നേരത്തെ നേതാക്കന്മാരെല്ലാം പറഞ്ഞു, സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ 600 കിലോമീറ്റർ ദൈർഘ്യമുള്ള യാത്രയ്ക്ക് ശേഷം എന്റെ പ്രിയപ്പെട്ടവരുടെ നിങ്ങളുടെ കൈകളിലേക്ക് ഒരു മെഴുകുതിരി ഏൽപ്പിക്കുകയാണ്. നമ്മുടെ സംസ്ഥാനം ആഗ്രഹിക്കുന്ന മുദ്രാവാക്യം ഉയർത്തിയ ഒരു ജാഥയാണ്. ഈ ജാഥ നയിച്ചത് പാണക്കാട് സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങളാണ്. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയത്തിന്റെ ഏതെങ്കിലും ഒരു ഹൈറാർക്കിയിൽ തനിക്കെത്തണമെങ്കിൽ കേരളത്തിന്റെ ഗ്രാമഗ്രാമാന്തരങ്ങളിലൂടെ താൻ നടന്നുപോയേ മതിയാകൂ എന്ന് എവിടെയും ഒരു നിർബന്ധവുമില്ലാത്ത ഒരു നായകനാണ് നമ്മെ നയിച്ചിട്ടുള്ളത്. സയ്യിദ് മുനവ്വർ അലി ശിഹാബ് തങ്ങൾ ഈ ജാഥക്ക് നായകത്വം നയിക്കാൻ തയ്യാറായി എന്ന് പറയുന്നതാണ് ഈ ജാഥയുടെ ഏറ്റവും വലിയ മനോഹാരിത. അതിനെ അക്ഷരാർത്ഥത്തിൽ ഈ നാട് സ്വീകരിച്ചു, ഈ ജനം സ്വീകരിച്ചു. അതിന്റെ ഏറ്റവും നല്ല സൂചനകളാണ് നമ്മൾ കണ്ടത്. ഇവിടെ നേരത്തെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഇനിയും ഒരുപാട് മുന്നേറേണ്ടതുണ്ട്. കേരളത്തിന്റെ യുവജന രാഷ്ട്രീയത്തിനിടയിൽ, കേരളത്തിലെ സാമൂഹിക ഇടപെടലുകൾക്കിടയിൽ, കേരളത്തിന്റെ സാംസ്കാരിക ഇടപെടലുകൾക്കിടയിൽ മുസ്ലിം യൂത്ത് ലീഗ് അതിന്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. അതിന് നൽകിയ ഏറ്റവും വലിയൊരു ഊർജ്ജമായി ഈ യുവജന യാത്രയുടെ സമാപന സമ്മേളനത്തെ കണ്ടുകൊണ്ട് അതിന് എല്ലാവിധമായ അഭിവാദ്യങ്ങളും MSFന്റെ ദേശീയ കമ്മിറ്റിയുടെ പേരിൽ നേർന്നുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്. നമ്മുടെ ജാഥ മാത്രമാണ് ഇവിടെ അവസാനിക്കുന്നത്. നമ്മുടെ പോരാട്ടങ്ങൾ അവസാനിച്ചിട്ടില്ല. നമ്മുടെ പോരാട്ടങ്ങൾ തുടരേണ്ടതുണ്ട് എന്ന് സാന്ദർഭികമായി വിപ്ലവം
ജ്വാലയായെത്തി മുനവറലി തങ്ങൾ ധീരമായി. കേരള മണ്ണിതിൽ ഹർഷാരവം തീർത്ത് പദയാത്ര പടയോട്ട മുശിരായി. വിപ്ലവം, ധർമ്മ വിപ്ലവം, ഹരിത സമരാഗ്നി ഉയരുന്നിതാ. ഫാസിസ്റ്റിനെതിരായ ശബ്ദം, വാളില്ല തോക്കില്ല നന്മയുടെ യുദ്ധം. ആദർശവചനങ്ങൾ നെഞ്ചോടു ചേർത്തു, ആശ്വാസ കിരണമായി നമ്മൾ ജ്വലിച്ചു. ഒന്നാണു നമ്മൾ ഭാരത മക്കൾ, നാനാമതങ്ങൾ ചേർന്നുള്ള പൂക്കൾ. പച്ച പതാക നെഞ്ചോടു ചേർത്ത് ഉച്ചത്തിൽ ചൊല്ലാം ഒരു